ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ സെപ്റ്റംബർ 5 വ്യാഴം. നാളെ ഗോട്ട് തിയേറ്ററിലെത്തുകയാണ്. വിജയ് നായകനായി വെങ്കട്ടപ്രഭു സംവിധാനം ചെയ്യുന്ന ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം എന്ന ഈ സിനിമ, അതായത് ഏകദേശം 700ഓളം സ്ക്രീനുകളിലായി 4000ഓളം ഷോയാണ് നാളെ മാത്രം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഗോകുലം മൂവീസ് വിതരണം ഏറ്റെടുത്തിരിക്കുന്ന ഈ സിനിമയ്ക്ക് നിലവിൽ അഡ്വാൻസ് ബുക്കിംഗ് പുരോഗമിക്കുകയാണ്. പക്ഷേ വിജയ് നായകനായി വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ലിയോ എന്ന സിനിമയുമായി കണക്കുകൂട്ടുമ്പോൾ പ്രീസെയിൽ കളക്ഷനിൽ ഗോട്ട് വളരെ താഴെ മാത്രമാണ്. ഇന്നലെ രാത്രി 10 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം ഈ സിനിമ കേരള പ്രീസെയിൽ കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത് 2,70,00,000 രൂപ മാത്രമാണ്. അതേസമയം ലിയോ ആദ്യ ദിവസം പ്രീസെയിൽ കളക്ഷനായി മാത്രം തന്നെ നേടിയെടുത്തിരുന്നത് 8 കോടി രൂപയാണ്. ഇനി ഒരു ദിവസം കൂടി ബാക്കിയുള്ളപ്പോൾ ഈ സിനിമ ഏറ്റവും കൂടി പോയാൽ ഏകദേശം ഒരു 4 കോടി വരെ മാത്രമേ പ്രീസെയിൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധ്യതയുള്ളൂ. അതായത് ലിയോയുടെ നേരെ പകുതി. ഇന്നലെ രാത്രി 10 മണി വരെയുള്ള തമിഴ്നാട് പ്രീസെയിൽ കളക്ഷനായി ചിത്രം നേടിയെടുത്തിരിക്കുന്നത് 12,56,00,000 രൂപയാണ്. കർണാടക കളക്ഷനായി 5,32,00,000 രൂപയും ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 1,04,00,000 രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. നോർത്ത് ഇന്ത്യ കളക്ഷനായി 22,00,000 രൂപയും ചിത്രം നേടിയെടുത്തിട്ടുണ്ട്. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഫസ്റ്റ് ഡേ പ്രീസെയിൽ കളക്ഷനിൽ ബീസ്റ്റ് 15,05,00,000 രൂപയുമായി ഒന്നാം സ്ഥാനത്തും ലിയോ 13 കോടിയുമായി രണ്ടാം സ്ഥാനത്തുമാണ്. നിലവിൽ ഗോട്ട് നേടിയെടുത്തിരിക്കുന്നത് 12,56,00,000 രൂപയുമായി മൂന്നാം സ്ഥാനത്താണ്. അതേസമയം ഇന്നലെ രാത്രി 10 മണി വരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഈ ചിത്രം വേൾഡ് വൈഡ് പ്രീസെയിൽ ഓപ്പണിംഗ് കളക്ഷനായി 43 കോടി രൂപ നേടിയെടുത്തിട്ടുണ്ട്. അതേസമയം ചിത്രത്തിന്റെ നാളെ സെപ്റ്റംബർ 5 മുതൽ സെപ്റ്റംബർ 8 ഞായർ വരെയുള്ള 4 ദിവസത്തെ പ്രീസെയിൽ അഡ്വാൻസ് കളക്ഷൻ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. 4 ദിവസത്തെ പ്രീസെയിൽ കളക്ഷൻ ഈ ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് 70,50,00,000 രൂപയാണ്. ഇന്ത്യൻ പ്രീസെയിൽ കളക്ഷനായി ചിത്രത്തിന് ലഭിച്ചത് 42 കോടി രൂപയും വിദേശ കളക്ഷനായി 28.5 കോടി രൂപയുമാണ്. അതുപോലെ തന്നെ ചിത്രത്തിന്റെ 4 ദിവസത്തെ തമിഴ്നാട് പ്രീസെയിൽ കളക്ഷൻ ബുക്കിംഗും പുറത്തു വന്നിട്ടുണ്ട്. നാളെ സെപ്റ്റംബർ 5 വ്യാഴാഴ്ച ചിത്രത്തിന്റെ തമിഴ്നാട് പ്രീസെയിൽ കളക്ഷൻ 12,56,00,000 രൂപയാണെങ്കിൽ സെപ്റ്റംബർ 6 വെള്ളിയാഴ്ചയിലെ ചിത്രത്തിന്റെ പ്രീസെയിൽ ബുക്കിംഗ് 6 കോടിക്ക് മുകളിലാണ്. സെപ്റ്റംബർ 7 ശനിയാഴ്ച ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ 6.5 കോടി രൂപയും സെപ്റ്റംബർ 8 ഞായറാഴ്ച ചിത്രത്തിന്റെ പ്രീസെയിൽ ബുക്കിംഗ് നടന്നിരിക്കുന്നത് ഏകദേശം 5,64,00,000 രൂപയുമാണ്. അങ്ങനെ വിജയ് ചിത്രമായ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം എന്ന സിനിമ തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായി വ്യാഴം, വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ 4 ദിവസത്തെ പ്രീസെയിൽ ബുക്കിങ്ങിലൂടെ 30 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. ഇനി കേരളത്തിലേക്ക് വന്നാൽ നാളെ ഓപ്പണിംഗ് കളക്ഷനായി എത്ര നേടിയെടുക്കും എന്ന ആകാംക്ഷ എല്ലാവർക്കുമുണ്ട്. ലിയോ എന്ന സിനിമ ഓപ്പണിംഗ് കളക്ഷനായി കേരളത്തിൽ നിന്ന് 12 കോടി രൂപയാണ് നേടിയെടുത്തിരുന്നതെങ്കിൽ ഗോട്ട് എന്ന ഈ വിജയ് ചിത്രം 8 കോടിയെങ്കിലും നേടിയെടുക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇനി വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ മാരി സെൽവരാജ് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 23 തിയേറ്ററിലെത്തിയ വാഴ എന്ന ലോ ബഡ്ജറ്റ് തമിഴ് ചിത്രം തന്നെയാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഇപ്പോഴും മികച്ച കളക്ഷനുമായി മുന്നേറുന്നത്. 12ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ചയും ഈ ചിത്രത്തിന് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് 1,15,00,000 രൂപ കളക്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. 3.5 കോടി മാത്രം ബഡ്ജറ്റുള്ള ഈ സിനിമ തമിഴ്നാട് നെറ്റ് കളക്ഷനായി മാത്രം 24,65,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ തമിഴ്നാട് ഗ്രോസ് കളക്ഷൻ ഏകദേശം 28,50,00,000 രൂപയുമാണ്. അതേസമയം ഈ ചിത്രം 12 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 35-36 കോടി റേഞ്ചിലാണ്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്ന മറ്റൊരു സിനിമ സരിപ്പോത ശനിവാരം എന്ന തെലുങ്ക് സിനിമയാണ്. നാനി നായകനായി വിവേകാത്രയെ സംവിധാനം ചെയ്ത ഈ സിനിമ സൂര്യ സാറ്റർഡേസ് എന്ന പേരിൽ തമിഴിലും മലയാളത്തിലും റിലീസ് ചെയ്തിട്ടുണ്ട്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായി തുടർച്ചയായി 3 ദിവസവും കളക്ഷൻ പോസ്റ്റർ പ്രസിദ്ധീകരിച്ചിരുന്നു. ചിത്രം 3 ദിവസം കൊണ്ട് 52,18,00,000 രൂപയും 4 ദിവസം കൊണ്ട് 68,52,00,000 രൂപയുമാണ് കളക്ട് ചെയ്തത്. ഇന്നലെ പുറത്തു വന്ന ഏറ്റവും പുതിയ കളക്ഷൻ പോസ്റ്റർ പ്രകാരം 75,26,00,000 രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 5 ദിവസം കൊണ്ട് നേടിയെടുത്തിട്ടുള്ളത്. ഇനി ആഗസ്റ്റ് 15 തിയേറ്ററിലെത്തി വൺ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തിരിക്കുന്ന സ്ത്രീ എന്ന സിനിമയിലേക്ക് വന്നാൽ ഈ സിനിമ ഇന്നലെ ചൊവ്വാഴ്ചയുടെ 20 ദിവസം പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് ഏകദേശം 700 കോടിക്ക് മുകളിലാണ്. ശ്രദ്ധാ കപൂർ നായികയായി അമർ കൗശിക് സംവിധാനം ചെയ്ത ഈ ഹൊറർ ത്രില്ലർ സിനിമ കേവലം 50-55 കോടി ബഡ്ജറ്റിലാണ് നിർമ്മിക്കപ്പെട്ടത്. 2024 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമകളിൽ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്ന ഈ സിനിമ ഫൈനൽ കളക്ഷനായി 800 കോടി നേടിയെടുക്കുമോ എന്നുള്ള ആകാംക്ഷയോടെയാണ് സിനിമാ ലോകം ഉറ്റുനോക്കുന്നത്. ഇനി കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ നുണക്കുഴി, വാഴ എന്നിങ്ങനെ 2 സിനിമകൾ തന്നെയാണ് ഇപ്പോഴും മുന്നേറ്റം തുടരുന്നത്. ഓഗസ്റ്റ് 15 തിയേറ്ററിലെത്തിയ ഈ 2 സിനിമകളും ഇന്നലെ ചൊവ്വാഴ്ചയുടെ 20 ദിവസമാണ് പിന്നിട്ടിരിക്കുന്നത്. ഇതിൽ വാഴ എന്ന സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 30 കോടിയിൽ പരം രൂപ നേടിയെടുത്തിട്ടുണ്ട്. ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 20 ദിവസം കൊണ്ട് ഏകദേശം 38.5 കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിട്ടുള്ളത്. ബേസിൽ ജോസഫ് നായകനായി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ആഗസ്റ്റ് 15 തിയേറ്ററിലെത്തിയ നുണക്കുഴി എന്ന സിനിമയും നിലവിൽ ഫൈനൽ റണ്ണിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 24 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമ കേരള ഗ്രോസ് കളക്ഷനായി 15 കോടിയോളം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 25 കോടി ഫൈനൽ കളക്ഷൻ നേടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം എന്ന വിജയ് ചിത്രം നാളെ തിയേറ്ററിലെത്തുന്നതോടെ കേരളത്തിലെ 90% സ്ക്രീനുകളും ആ സിനിമയ്ക്ക് വേണ്ടി വഴിമാറിയിരിക്കുകയാണ്. അങ്ങനെ ചെറുതും വലുതുമായ മിക്കവാറും എല്ലാ സിനിമകളും കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് വാഷ് ഔട്ട് ആവുന്ന സ്ഥിതിയാണ് ഇപ്പോൾ സംജാതമായിട്ടുള്ളത്.
ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.